ഞാൻ ശാലുദ്ദീൻ ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഡാഷ് ബാഷിൽ നിന്നാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വഴിയിലേക്ക്. അവിടെ ഒരു എന്താണ് അതിനെ പറയുക, ക്രിസ്റ്റൽ ബ്രിഡ്ജോ, ഡയമണ്ട് ബ്രിഡ്ജ്. അപ്പോൾ ഒരു ഡയമണ്ട് ബ്രിഡ്ജ് അതുപോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ പോകുന്ന വഴി നമ്മൾ ഇവിടെ കുറച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. അപ്പോൾ ഈ സ്ഥലം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഒന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഇൻട്രോ എടുക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ ചാടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതേ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ട ബാക്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം കണ്ട ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. കണ്ട ഇപ്പോൾ ആ ലൈറ്റിൻ്റെ ഗതി മാറി, കാരണം ഓപ്പോസിറ്റ് ലൈറ്റ് ശരിക്കും ഫേസിലേക്ക് അടിക്കല്ലേ. നോക്ക് സാലി, ഇപ്പുറത്ത് വാ. ഇപ്പോൾ ഇവിടുത്തുള്ള ഇത് നോക്ക് സാലിമേ, ഇതെന്താ എന്താ. അപ്പോൾ സ്കൈ ഒക്കെ നല്ല ഇതിലാണ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് മൂക്കൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒന്നും കൂടി വീർത്തു. എൻ്റെ വയറും സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊന്ന് വീർത്തു. നല്ല സ്റ്റൈലാണ് കേട്ടോ. മോൾ വശമൊക്കെ കാണാനായിട്ട് നല്ല ഒരു ഇതാണ്. ഇവിടുന്ന് നമുക്ക് മലയും മറ്റേ മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിൽ കാണുന്നു വരുന്ന വഴിക്കൊക്കെ നമുക്ക് നല്ലോണം മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇവിടെയൊക്കെ ഈ ഇതുകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി കിടിച്ച് നിൽക്കട്ടെ. തന്നെ ഇതെന്ത് സാധനം എന്നറിയില്ല. അപ്പൂപ്പന്താടിയാണോ? അപ്പൂപ്പന്താടി പോയില്ല, വീണ്ടും പറ്റിച്ചു. അപ്പോൾ കേട്ടോ, അപ്പോൾ ഇവിടെ മരങ്ങളിങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. കാണിച്ചു തരാം. ഇവിടുന്ന് കാണാനായിട്ട് നല്ലൊരു രസമുണ്ട്. ഈ മരത്തുമേലുള്ള എല്ലാ ഇലകളും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു ഇതും കാണുന്നുണ്ട്. ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതെന്താ കായെന്നറിയില്ല, എന്തോ തിന്നുന്നത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. ഈ സൈഡിൽ ശരിക്കും അത് കുറച്ച് റെഡിഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാ ഈ സാധനം. ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. ഇതുണ്ടാ. സൈഡിൽ നമ്മളൊന്ന് വണ്ടി നിർത്തിയതാട്ടാ. അതൊക്കെ അടിപൊളി, എന്ത് രസം നോക്കി കാണാനായിട്ട്. സാലിമേ എങ്ങനെയുണ്ട്? പുറത്തിറങ്ങിപ്പോൾ ഓക്കെ എന്നാ ഇതൊക്കെയുണ്ട. അത് ഫുള്ള് ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഐസ് ഇങ്ങനെ വീണെടുക്കുന്നുണ്ട്. അതിൽ ഇറങ്ങി പോകണ്ട, ഐസായി കിടക്കന്നെ, മഞ്ഞ് വീണ്. എന്ത് രസം നോക്കി, അടിപൊളി. അപ്പോൾ നമ്മൾ ഡാഷ് ബാഷിൽ സാൽക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കാൻ കേട്ടോ. ഇവിടെയാണ് ആ ഡയമണ്ട് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ മഞ്ഞാണ് കേട്ടോ. നമ്മൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ പറഞ്ഞ ഡയമണ്ട് ബ്രിഡ്ജ്. ഇതുണ്ടോ, ഇതാണ് ഡയമണ്ട് ബ്രിഡ്ജ്. ഇവിടെ പല ആക്ടിവിറ്റികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടുന്ന് ഇതാ സൈക്കിളിൽ ആൾക്കാർ ഇവിടുന്ന് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട്. എന്താ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഇതിനകത്തോട്ടേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ സലി അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സാലിമ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഇതിൻ്റെ താഴെ കറുത്ത മണ്ണ് കാര്യങ്ങളാണ് കേട്ടോ. അവിടെ നോക്കി വേണ്ടോ, മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നല്ല താഴ്ചയുണ്ട് കേട്ടോ. എനിക്ക് നല്ല താഴ്ചയുണ്ട് ഇവിടെ. നമ്മളിനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കടന്ന് ഇതിൻ്റെ ഉള്ളിൽ പോവും. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാട്ടാ. സലീദേ ഇവിടെ ഇപ്പോഴേ അത് കണ്ടോടുകൂടി അവളുടെ ഓഫീസ് പോയി. സലീം അവൻ്റെ പണി തുടങ്ങി, ഐസിലത്തെ പരിപാടികൾ. ഇവിടെ കംപ്ലീറ്റ് ഇപ്പം അതേപോലെ കിടക്കുന്ന മൊത്തം ഐസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സാലിം ഇത് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനും അവരൊക്കെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി. അവിടെ അങ്ങനെ സൈക്കിളിലതേ കണ്ട, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ സൈക്കിളിൽ പോകണമെങ്കിൽ എന്താ കാണാൻ പറ്റുന്നുണ്ടോ? എന്താ ഭയങ്കര സ്പീഡിലാട്ടോ ഓരോരുത്തർ പോണത്. ഓരോരുത്തർ മഞ്ഞൊക്കെ വാരി വീക്കി തുടങ്ങി അവിടെ. ഇതുണ്ടോ, അത് കണ്ട പാടെ സാലിമ് ഓടുന്നുണ്ട്, മഞ്ഞ് വാരി മഞ്ഞ്. അതേ കയ്യോറ ഊരിയിട്ട് എടുത്തത് സാലിമിൻ്റെ പണി തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഇതിനകത്തോട്ട് കയറി നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുക്കണം. ഇവിടെ ആരൊക്കെയോ പടച്ചട്ടയ്ക്ക് ഇട്ടിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ആക്ടിവിറ്റികൾ കാര്യങ്ങൾ നടത്തുന്ന വണ്ടികളാണ്. വേണ്ട ഇവിടെ എൻ്റെ ഇതുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ ഒരു ചെറിയൊരു ഇത് ഇവിടെ എൻട്രൻസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തോട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു സംഭവം താഴേക്ക് ഇറങ്ങി പോലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജിലേക്ക് പോവാം, ബ്രിഡ്ജിൽ നിന്നിട്ട് സംഭവങ്ങളൊക്കെ കാണാം. കാരണം ഇപ്പോൾ കാലാവസ്ഥ ഇത് കൂടിയ കാരണം നമുക്കവിടെ പോകാനോ ഇതിനൊന്നും പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടോ. അങ്ങനെ സ്കാൻ ചെയ്ത് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ കയറാം. 1 by 1 അതെ, പിള്ളേർ ഒരുമിച്ച് കയറി കേട്ടാ. സാലിമ് കയറിക്കോ. കഴിഞ്ഞിട്ട് വെയിറ്റ് അവിടെ അങ്ങനെ അടിച്ചു. ഓക്കെ, നിങ്ങൾ കയറിക്കോ. കൊച്ചിനെ കൊണ്ട് കയറിക്കോ. അപ്പോൾ അടുത്ത ആൾ കയറുന്നു. തള്ളു സലി കയറിക്കോ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് 1 by 1 സ്കാൻ ചെയ്തിട്ട് തള്ളു അങ്ങനെയല്ല. യെസ്, താങ്ക് യു. യെസ്, അപ്പോൾ നമുക്കിങ്ങനെ തള്ളി വളരെ ചെറുതാണ്. ഓക്കെ, താങ്ക് യു ബ്രോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നോക്കി നടക്കണേ, താഴെ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് താഴത്തോട്ടേക്ക് പോവാട്ടാ. എന്തായാലും വന്നതല്ലേ അല്ലേ? അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ പോവാം. അപ്പോൾ ഇതിലെ നമുക്കിങ്ങനെ വളഞ്ഞ് വേറെ ആൾക്കാരുകളുണ്ട് കേട്ടോ. വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെന്താ കയറാണ്ട്? സാലിമ് ഓടിച്ചാടി പോകുന്നുണ്ട് അതിലേക്ക്. ഇതിങ്ങനെ വളഞ്ഞ് ഇത് കുറേ വളവുണ്ടല്ലോ. വളഞ്ഞു തിരിഞ്ഞ് അപ്പോൾ ഞാൻ തൊപ്പിയും കാര്യങ്ങളൊന്നും എടുത്തു വെച്ചില്ല കേട്ടോ. കാറ്റുണ്ട്. തൊപ്പി വെച്ചാൽ മുടി പോണ വഴിയാണ്. കുറച്ച് മുടിയല്ലോ. അവിടെ എളുപ്പവഴിക്ക് ചാടുന്നുണ്ടല്ലോ. നീ എളുപ്പവഴിക്ക് ചാടുക? എന്തിൻ്റെ കേടായിരുന്നു സലി? എളുപ്പവഴിക്ക് ചാടി വരുന്നുണ്ട്. അതിൻ്റെ മേലെ പോകുമ്പോ നിൽക്കൂലേ? കുഴപ്പമില്ല. അവിടേക്കൊക്കെ പോവാണ്ട്. കണ്ടത് നേരെ കണ്ണോക്കി ഓരോന്ന് കണ്ടപ്പോഴേക്കും സലിയുടെ ബോധം പോയി തുടങ്ങിയേ. അയ്യോ, എന്നെ പിടിച്ചു കൊണ്ടോടേ. സാലിമ് പോണു. ഇപ്പൊ ഇവിടെ നിന്നാണ് കേട്ടോ. അതൊക്കെ ആ പാലത്തിന്റെ
ഇത് കെട്ടി വെച്ചേക്കുന്നുണ്ടോ അതിൻ്റെ മുകളിലോട്ട് താഴേക്ക് പോയിട്ട് അപ്പുറത്തെ സൈഡിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ എൻട്രി വരുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഐസ് ഇങ്ങനെ കിടക്കണം കേട്ടോ അതൊക്കെ. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് കേട്ടോ മറ്റേ സൈക്കിൾ ആക്ടിവിറ്റി സ്റ്റാർട്ടാവുന്നത്. പിന്നെ അത് ഇവിടെ നിന്ന് ആ കമ്പിമൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് വേണ്ട ആ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക്. നോക്കി ഇവിടുന്ന് തന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കി സ്ഥലം ഇപ്പോഴേ തന്നെ ഇതേ പിടിച്ചാൽ പോണത് വേണ്ട. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ആണ്. വേണ്ട ആരോ നമ്മുടെ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ എനിക്ക് അടിപൊളി ഗ്ലാസ് അവർ നടന്നത് അവിടെ എത്തിയിട്ടാ. എനിക്ക് നല്ല അടിപൊളി ഒരു വ്യൂ. നിങ്ങൾ നടന്ന സ്ഥലം എൻ്റെ കൈമ പിടിച്ചോ. നമുക്ക് ഇതേണ്ടത് ഈ സൈഡിൽ കൂടെ താഴ്ത്തിക്ക് ഇറങ്ങാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫുള്ളും മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് ഇവർ കടത്തി വിടുന്നില്ല എന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ ഇത് വെള്ളം ചാട്ടുന്നൊരു ഇതുണ്ട, വെള്ളം ചാട്ടുന്നൊരു ഇതൊക്കെ ഉണ്ട് അവിടെ. കൈവിട്ട ഒരു മിനിറ്റ് ഇതണ്ട അവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ഇത് പിടിക്കണ്ട. സലി ഇതേ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടാ. താഴ്ത്തിക്ക് നോക്ക് സലി, താഴ്ത്തിക്ക് നോക്ക് ഇതൊക്കെ. ആ അതെ സൈക്കിൾ മാള് പോണണ്ട കൂലിങ്ങട്ടെ ഇതൊക്കെ എന്താ. ആ അടിപൊളി. അവിടെ വന്ന് കയറി. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു ആക്ടിവിറ്റി. യെസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ. എന്താ സാലിമ് ഇതിനൊന്നിനും നിൽക്കണില്ല കേട്ടോ. വിളിച്ചിട്ട് നിൽക്കണമെന്നില്ല. അവനൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക. അവന് വീഡിയോ ഫോട്ടോ ഇതൊന്നും അവന് താല്പര്യമില്ല. അവൻ ആളോടി ആളൊക്കെ മുന്നേ പോയി കണ്ടൊക്കെ ഇങ്ങനെ ആസ്വദിക്കാണ്. ആഹാ അടിപൊളി. താഴ്ത്തി കാണിച്ചരേ. ഇപ്പോൾ വേണ്ട ഇതിൻ്റെ അടിവശമാണ്. പാട്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. നോക്കി ആ ഒരു ഇതിരിക്കുന്ന നോക്കി. അത് ചർച്ചാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല സ്റ്റൈലാട്ടോ. അതുണ്ട. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഹട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. നോക്കി പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ വന്ന് നമുക്ക് നിൽക്കാം. ഇവിടുന്ന് താഴ്ത്തിക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴിയുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ക്ലോസ്ഡ് എന്നാണ്, ആരും പോകുന്ന കാണാനില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് താഴേക്ക് പോകാനുള്ള വഴി ഉണ്ട് തോന്നുന്നുണ്ട്. അത് തുറന്നടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ആ താഴെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇപ്പം നല്ല ചൂട്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള വഴി കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം. ഇങ്ങനെ ഒരു വ്യൂവിലിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഒരു അനുഭവം തന്നെ ആയിരിക്കും. എന്താ സ്റ്റൈല്. ആഹാ അപ്പോൾ നമ്മൾ ഒന്നും കൂടി താഴ്ത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പം അതിൻ്റെ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പ്. ഇനി താഴേക്ക് ഇല്ല എന്നുണ്ട്. ഇതാണെന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് കേട്ടോ. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് താഴത്തേക്ക് സലി കാണുന്നത്. നമുക്ക് അതിൻ്റെ താഴത്തേക്ക് ഒന്നും കൂടി ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ മേലേന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴത്തേക്ക് ഇല്ല കേട്ടോ. ഇതാണ് അതിൻ്റെ താഴത്തെ പോർഷൻ കണ്ടാ. ഇതെന്താ ഇതിൻ്റെ താഴെ ഇങ്ങനെ
അങ്ങോട്ട് ആരും കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച ഇത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അത് ശരിക്കും ക്ലിയർ ആയിട്ടാണ് കിട്ടുന്നില്ല കേട്ടോ സാധനങ്ങൾ. അതെ അതാണ് അതിൻ്റെ പോർഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ടേക്ക് കയറാട്ടോ. അതവിടെ ആ വാട്ടർഫോൾ ശരിക്കാണ് കാണാനില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കിടക്കട്ടോ. ആ അങ്ങനെ പുറത്തേക്ക് കടന്നു. വീണ്ടും തണുപ്പിലേക്ക്. അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. എന്തായാലും 80 ലാറി വെച്ച് കൊടുത്താണ് ഒരാൾക്ക്. കുറച്ചൊന്ന് നേരെ ഇവിടെ നിൽക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നടക്കാട്ടാ. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഇവിടെ 2 സൈഡിലും AC ഇത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് AC ഇതുള്ളത് കൊണ്ട് അതിൻ്റെ മെഷീനൊക്കെ കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ സാലിം ഇതേ ഫ്രണ്ടിൽ ഇതേ പോണ്. ഞാൻ അങ്ങനെ നിന്ന് ആടാണ് കേട്ടാ. ഇത് മൊത്തത്തിൽ ഇളകണ്. ഞാൻ അങ്ങനെ നിന്ന് ആടിക്കൊണ്ട് നിൽക്കുക. എനിക്ക് അതെ അവരവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ആട്ടമുണ്ടാ? താഴേക്ക് നോക്കിയേ. തോമാച്ച താഴ്ത്തിക്ക് നോക്കിയേ. എന്താ കാണണേ അവിടെ? എന്താ കാണണേ? കാറ്റ് പിടിച്ചിട്ട് കാണിക്കുന്ന യൂട്യൂബ്. തനുവിന് ഉറക്കം വരണേ പോയി. അപ്പൊ നമ്മളങ്ങനെ അപ്പുറത്തേക്ക് പോകണ്ടാ. സാലിമന്തി അവിടെ പോയി തൂങ്ങി കിടക്കുന്നുണ്ട്. കമ്പിയുമ്പോ താഴ്ത്തിക്കുന്നത് എന്താ ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ, വല്ലപ്പോഴും കിട്ടുന്നതല്ലേ അല്ലേ? ആ ഇതും എന്തോ ഒരു ആക്ടിവിറ്റി സംഭവമാണ് കേട്ടോ. ഇരുന്നിട്ട് മുകളിലോട്ട് പോണതാണോ എന്താണെന്ന് അറിയില്ല. അവിടെ പക്ഷെ ഒന്നും നടക്കുന്നില്ല, ആരും അവിടെ കാണാനുമില്ല. അവിടെ ഒരു വ്യൂ പോയിന്റ് എന്തോ ഉണ്ട് എൻ്റെ മുകളിൽ. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സാലിം, എങ്ങനെയുണ്ട് ആ ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? എന്താ നിനക്കൊരു ഉഷാറിൽ എത്തുന്നത്? ഇല്ല? ഗുഡ് അല്ലേ? ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്തി. ഇതാ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഞാൻ തൊപ്പിയും വെച്ചില്ല ഒന്നും വെച്ചില്ല, സാധാരണ കയ്യോറയാണ് ഇട്ടേക്കുന്നത്. ഉണ്ടെന്ന് നോക്കി നോക്കാം, നല്ല അടിപൊളി. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എനിക്ക് ഇതാണ് കേട്ടോ ഇവിടുത്തെ ആക്ടിവിറ്റികൾ കാര്യങ്ങൾ. ഇതൊക്കെ ഇതിൻ്റേതായ ഇതേ നേരത്തെ നമ്മൾ ബ്രിഡ്ജിൽ പോകണ കണ്ടില്ലേ, നല്ല പച്ചപ്പുള്ള സമയത്ത് വരണമെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കും കണ്ടോ. നല്ല പച്ചപ്പിൽ പൊതിഞ്ഞ് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പം മഞ്ഞ് മൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ ഡ്രൈ ലാൻഡിൽ ആ വൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. എന്താ അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞാൻ ഈ മുടിയൊക്കെ പറന്ന് എവിടേക്കൊക്കെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഈ മുടിയൊക്കെ ഇങ്ങനെ നിൽക്കും, കൊമ്പ് വെച്ച പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തൊപ്പി വെച്ചില്ല കേട്ടാ. അതെ അവരവിടെ നിന്ന് വരുന്നുണ്ട്. എടി പിടിക്കാണ്ട് നടുക്കിക്കോടെ വാ, പിള്ളേരേലും കഷ്ടായില്ല. ആ അതിലിങ്ങനെ വരുന്നുണ്ട്. എന്നിട്ടും പിടുത്തം പിടിക്കണോ വേണ്ടേ? ഇതൊക്കെ കൊച്ചു വരണേക്ക് അവള് അടിപൊളി. ഓ അവൾക്ക് ഒരു പേടിയില്ല ചേട്ടാ. തനുസ്
തനൂസിന് ഒരു പേടിയില്ല. ഇതൊക്കെ ആന്റി ഇറക്കണൊക്കെ പേടിച്ച് ഇതുണ്ടാ. ഇതാണ് കേട്ടോ അതൊക്കെ വാട്ടർഫോള്. അവിടേക്കൊക്കെ പോകാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നു കേട്ടാ. ഒരു പകുതി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക്. ഇപ്പൊ ശരിക്കും കാലാവസ്ഥ മാറിയിട്ടാ, മഴക്കാറ് മൂടിപ്പോയ പോലെ. അത് നല്ലൊരു സ്നോ കിട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതിങ്ങനെ പെയ്യുന്ന ആ ഒരു ഇതിക്കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് പോവാം. സാലിമും നിതിനും കൂടി പാരാഗ്ലൈഡിങ്ങിന് പോയില്ലേ, ഇവിടെ ഉണ്ടായിരുന്നതിന്റെ ഡബിളിന്റെ ഡബിളായിരുന്നു തണുപ്പ്, കാറ്റെന്ന് പറഞ്ഞിരുന്നു. അതുണ്ട് വീഡിയോ, നമ്മളെ മുമ്പത്തെ വീഡിയോയില് ഇട്ടിട്ടുണ്ടല്ലോ. സാലിമിന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുന്നു പറഞ്ഞിങ്ങനെ നിക്കാട്ടാ. എടാ വീടെടുത്തിട്ടാ പതുക്കെ. അത് ആ ഷൂ സ്ലിപ്പാവോ? പോണില്ല, പുല്ലാണ്, അതിൽ തട്ടി മറിഞ്ഞു വീഴും. ഇങ്ങോട്ട് ഇറങ്ങി വാ. അത് ഇതെന്താ പറയാ, ഇതിന്റെ ഇടയ്ക്ക് പുല്ലുണ്ട്, അതിൽ സ്റ്റക്കാവും. ഇതിവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇവിടെ ഇറങ്ങിക്കോ. അത് സ്ലിപ്പാവണില്ലടാ, പൊടിയാണ്. നീ വായോ വേണ്ട വാ. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടാ. ഇനി നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല. നോക്കി ഒരു കായ നോക്കി, എന്ത് രസാ, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഇതിലാണ് കേട്ടോ. പകുതിക്ക് നിന്ന് കയറിയിട്ട് പിന്നെ ഇതൊരു ചെറിയൊരു എന്താ പറയുക, സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം, കുടിക്കാനായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അയ്യോ നമുക്ക് അറിയില്ല. ഇതണ്ട എനിക്ക് എന്ത് രസമുള്ള സ്ഥലങ്ങളാണ് നോക്കി. ശരിക്കും ഈ ഒരു സമയത്തല്ല കേട്ടോ വരേണ്ടതായിരുന്നു. നമ്മളാ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് വരണം. അപ്പം നമുക്ക് ഇതുണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഉണ്ടോ? അതുണ്ട്, ഇതുപോലെ ഉണ്ടാവും സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു എന്തോ ഒരു കുളമോ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിങ്ങനെ ഫ്രീസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കട്ട് ചെയ്തിട്ട്. അപ്പം അത് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിർത്തി തന്നു. അതുകൂടാണ്ട് ഇപ്പം ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇങ്ങനെ ഒരു ചുവന്ന കായകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന് ചുറ്റും ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് തടാകം എന്ന് പറയാൻ പറ്റില്ല, എന്തൊരു കുളം അങ്ങനെ എന്തോ ആണ്. എന്താടാ അതെന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് തിന്നണ്ടാട്ടാ, കാണാൻ നോക്കി. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു വ്യൂ നോക്കി. ബാക്കിൽ ഇതാണ് കേട്ടോ കായ. ഇതുണ്ടോ? എന്ത് കായടത്? അത് ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ഫ്രീസായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ എന്താ ഇതേ ഒരാളവിടെ കല്ലെടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഫ്രോസായി ഇങ്ങനെ നിൽക്കുന്ന നോക്കി വേണ്ട. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു പരീക്ഷണം നടത്താൻ പോവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എന്ത് മലയെ താങ്ങി പിടിച്ചിരിക്കണേ? പറഞ്ഞോളൂ. നമ്മള് ഇതിലേക്ക് എറിഞ്ഞിട്ട് ഇത് നമുക്ക് കാല് കുത്താൻ ആദ്യം തീരുമാനിച്ചു. പക്ഷെ ഞാൻ കാല് കുത്തി ചിലപ്പോ അത് പണി കിട്ടും, അത് വേണ്ട പേടി കൊണ്ട് ഞാൻ ആദ്യം ഈ സംഭവം എറിഞ്ഞു നോക്കാം. ഓക്കെ, സാലിമ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് സംഭവിക്കണെന്നുള്ളത് നോക്കി നോക്കാട്ടാ. എറിഞ്ഞോ? ആ പിടിച്ചോ? ഇറങ്ങാണ്ടിരുന്ന ഇതൊക്കെ വേണ്ട. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ അതൊക്കെ. ശരിക്കും ഉണ്ട്. ചെറിയ കല്ല് സാലിമ എടുത്തിട്ടപ്പോ അത് വലുതായിട്ട് താന്നൊന്നും പോയില്ല കേട്ടോ.
ഇതാരോ ഓറഞ്ച് തൊലി കൊണ്ടിട്ടേക്കടെ വേണ്ട നോക്കണം എങ്ങട് ഒരുത്തന്നെ ഇറങ്ങാൻ നോക്കണോന്ന് പോടാ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളിയൊരു വ്യൂ ഉണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ഇട്ടെ. നല്ല കട്ടിണ്ട് കേട്ടാ. ആ ബാക്കിൽ നിന്നുള്ള സൂര്യന്റെ ഒരു ഇതൊക്കെ നല്ലൊരു ഇത് എടുക്കണം. നല്ല ബെല്ലാട്ടാ. കാരണം ഈ എഡ്ജിലേക്ക് കേറിയിട്ടില്ലേ? അതെ ഇവിടെ അല്ലല്ല അത് ഇവിടെ കണ്ട ഇങ്ങനെ ഒരു കളർ വ്യത്യാസം കണ്ട അതിന്റെ അപ്പുറത്തേക്ക് ഓക്കെയാണ്. സാലിം അവന് ഇതിനൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. എന്താവുന്നൊരു പിടിയില്ലേ? ചെളി അതിനെ പറഞ്ഞതേ വഴുക്കി പോവാണ്. നോക്കിയിട്ട് ഇറങ്ങിയാൽ മതിയാ. മൊത്തം വെള്ളം പൊന്നണോക്കി അവിടുന്ന്. പൊട്ടുന്നുണ്ട് പൊട്ടി പൊട്ടുന്നുണ്ട് പറഞ്ഞ പൊട്ട് പിടിച്ചോ. നോക്കിയാ അവിടുന്ന് ഇനി സ്ഥലം കൂടാ. അതൊക്കെ ഇറങ്ങി സാലിം പോവാ മതി. സാലിമിനെ എറിഞ്ഞിട്ട് മതിയാവണില്ല. കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുക. സാലിമിനെ എറിഞ്ഞിട്ട് മതിയാവണില്ല. അവസാനം എടുക്കുന്നത് മറ്റേ സാധനം എടുത്തിട്ട് എറിയേണ്ടി വരും. ഇത് നമ്മുടെ കാലുമ നോക്കി അവിടെ നിന്ന് കയറുന്ന ഒരു സാധനങ്ങൾ പിടിച്ചിരിക്കുന്ന നോക്കി. നോക്ക് ഇത് കണ്ടോ? കൈമ പിടിച്ചു തട്ടിക്കളയാൻ നോക്കിയതാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോവാണ്. ഇവിടെ ജോർജിയയിൽ നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. മോർണിംഗിൽ നമ്മൾ നേരെ തിരിച്ച് എയർപോർട്ടിലേക്കാണ് കേട്ടോ. ലാസ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഫുൾ ഡേ നമ്മളില്ലെന്ന് രാവിലെ തന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പാക്കിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു. സലി അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടി കാര്യങ്ങൾ ഇതാണ് നമ്മുടെ റൂം കണ്ടില്ലേ. പിന്നെ പെട്ടി അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാലിം ഇതേ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. സാലിം റെഡി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ജോലിയില്? സാലിം അങ്ങനെ അധികം നിൽക്കില്ല ഒന്നിലും. അപ്പോൾ നമ്മളുടെ ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ളൊരു വ്യൂ കണ്ടോ? നമ്മളുടെ ഈ ഹോട്ടൽ റൂമിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. ഇപ്പോൾ പെട്ടിയും സാധനങ്ങളൊക്കെ നമ്മൾ ഇറങ്ങിയത്. സാലിം ഒരു സെക്ഷൻ കൊണ്ട് പോകുന്നുണ്ട്. സലിതേ കോട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴെ ഹോട്ടലിലേക്ക് അതൊക്കെ തള്ളു കുഞ്ഞാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് താഴെ. ഇന്നിപ്പോൾ ആരും ഇല്ലയെന്ന് തോന്നുന്നു. രാവിലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ്. മസാല എന്നുള്ളത് ഇവിടെ സ്പെഷ്യൽ. ഇതൊക്കെ ഭക്ഷണങ്ങളാണ് കേട്ടോ. നമുക്കുള്ള സാധനങ്ങളൊക്കെ ഇരിക്കണം. അപ്പോൾ സാലിമ് ഭക്ഷണമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തൈരും ചോറും കാബേജ് ഉപ്പേരിയും. പച്ചവെള്ളം കിട്ടില്ല. ഇത്രയേറെ റേറ്റ് കൊടുത്ത് വന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടി. നമ്മള് റേറ്റും കാര്യങ്ങളായിട്ടും ഇന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ. കാബേജ് ഉപ്പേരി, റൈസ് വിത്ത് ബീഫ്,
പിന്നെ എന്ത് റൈസാ? അതറിയില്ല, ആളെന്താ പറഞ്ഞു. അത് കിട്ടിയതുകൊണ്ട് ഇന്ന് ഹാപ്പി ആയി കേട്ടോ. സാലിമ് അത് കഴിക്കുന്നു, തൈര് കുടിച്ചോണ്ടിരിക്കുന്നു. പിന്നെ അവന് ഓംപ്ലേറ്റ് എടുത്തു, അത് കഴിഞ്ഞു. ഞാനും കുറച്ച് ചോറെടുത്തു, തൈരെടുത്തു, കുറച്ച് ക്യാബേജ് ഉപ്പേരെടുത്തത്, ഓംപ്ലേറ്റ്. അതാണ് എൻ്റെ ഭക്ഷണം. പിന്നെ കാപ്പി. അപ്പോൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ റിസപ്ഷൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 3-4 ദിവസമായിട്ട് നമ്മൾ താമസിച്ചത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഹോട്ടല് കാര്യങ്ങൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, റൂം കാര്യങ്ങളൊക്കെ നീറ്റാണ്. പക്ഷേ ഇവരുടെ ഒരു സമീപനം അത്രയ്ക്കും അത് അത്രയ്ക്കും പോരാ. കാരണം റിവ്യൂ കാര്യങ്ങളെല്ലാം പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, 1 അല്ലെങ്കിൽ 2 എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലാണെങ്കിലും ശരി, ഇപ്പോൾ റിസപ്ഷനിലാണെങ്കിലും പല കാര്യങ്ങൾക്കും നമ്മൾ ഹെൽപ്പ് കാര്യങ്ങളെല്ലാം ചോദിച്ചാലും നമുക്ക് അത് കിട്ടിയില്ല. പിന്നെ 4 സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് ഈ ഹോട്ടലിൽ തീരില്ല. റൂം നീറ്റാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാക്കി നമുക്ക് റൂം സർവീസ്, ക്ലീനിങ് ആയാലും അല്ലെങ്കിൽ ആ റൂമിൽ എക്യുപ്മെൻറ്റ്, TV വർക്ക് ചെയ്യുന്നില്ല, പിള്ളേർക്കൊക്കെ TV കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് TV കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. TV വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ തന്നെ TV വർക്ക് ചെയ്യണില്ല, അല്ലെങ്കിൽ പിന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചോദിച്ചപ്പോൾ അവർ ആദ്യം പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ടിഷ്യൂ ചോദിച്ചു. ടിഷ്യൂ ആണെങ്കിൽ അവരുടെ ഉള്ളത് ആ ഒരു ടോയ്ലറ്റ് പേപ്പർ മാത്രം. അപ്പോൾ അവരതൊരു റോള് തന്നു. അതൊന്നും നമുക്ക് ഈ 4 സ്റ്റാർ എന്ന് പറഞ്ഞ ഹോട്ടൽ അങ്ങനെ തരുന്നത് ഭയങ്കര മോശം. ഞാൻ അവിടെ സർവീസിൽ ഇവിടെ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി അത് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ റൂം ഡെയിലി ഒരു ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റണം. ഇതൊന്നും മാറ്റാണ്ട് അവർ അങ്ങനെ തന്നെ വലിച്ചു വരിട്ടാക്കും. നമ്മൾ തിരിച്ച് റൂമിലെത്തുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ പിള്ളേരും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ എപ്പോഴും ചെളിയാവാം അല്ലെങ്കിൽ പല ഇതുകളും വരാം. മാറ്റാൻ പറഞ്ഞിട്ട് കൂടി അവർ അത് ചെയ്യില്ല എന്ന് പറഞ്ഞത്. അവർക്കൊരു ദിവസമുണ്ട്, ഒരു ദിവസമുണ്ട്, ആ ഒരു ദിവസത്തിൽ മാത്രമേ അവരത് മാറ്റൂ. അത് അങ്ങനെയല്ലല്ലോ. നമ്മളുടെ ഇപ്പോൾ നമ്മൾ കസ്റ്റമർ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു തരാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഏതൊരു ഹോട്ടലാണെങ്കിലും ഫസ്റ്റിലെ തന്നെ അത് ഇല്ല, അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളില്ല എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും രാവിലെ ബ്രഷ് ആണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ നമ്മളിവിടെ വന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ തരും, അല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഹോട്ടലിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയില്ലേ? നമ്മളൊരു ദിവസമാണ് ഗുദാരി ഇന്ന് പറഞ്ഞ ഹോട്ടലിൽ, ഗുദാരിയിൽ അവിടെ പോയപ്പോൾ സ്നോൻ്റെ അവിടെ പോയപ്പോൾ ഹില്ലിൽ പോയപ്പോൾ അവിടെ താമസിച്ചു. അവിടെ റൂമൊക്കെ ചെറിയ കൺജസ്റ്റഡ് റൂമാണ്, അങ്ങനെ കുഴപ്പമില്ലാത്ത റൂമാണ്. പക്ഷെ അവരുടെ സർവീസ് അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ. ഇവിടെ 4 ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെയിം മെനു. അതുപോലെ തന്നെ എണ്ണം കുറവാണ്, കുറച്ച് സാധനങ്ങൾ ആളുകളുള്ളൂ, സെയിം മെനു, വ്യത്യാസം കാര്യങ്ങളൊന്നും. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഹോട്ടലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ജോർജിയയിൽ നമ്മളിന്ന് തിരിച്ച് UAE പോവാണ്. അപ്പോൾ ജോർജിയയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ അവസാനിക്കുന്നത്. നമ്മളുടെ ടൂറ് കാര്യങ്ങൾ ഇനി വരും സമയങ്ങളിൽ പുതിയ പുതിയ രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യും അല്ലേ, ചെയ്യും. വീഡിയോകളും കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 5, 6, 7 വീഡിയോകൾ നമ്മൾ ജോർജിയയിൽ നിന്നുള്ളത് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും കമൻറ്റുകൾ കാര്യങ്ങൾ ഇതെല്ലാം അയയ്ക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ബൈ.